നടൻ മുകേഷിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി. നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിയാണ് പരാതി നൽകിയത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചെന്നൈയിൽ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചുവെന്നാണ് ആരോപണം. കീർത്തിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. കീർത്തി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നടൻ മുകേഷിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിക്കെതിരെയാണ് ഇപ്പോൾ യുവതി ആരോപണവുമായി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ യുവതിയെ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ചെന്നൈയിൽ കൊണ്ടുപോയി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിൽ കൊണ്ടുപോയി അവിടുത്തെ നിർമ്മാതാക്കൾക്ക് മുന്നിൽ കാഴ്ചവെച്ചുവെന്നാണ് ഈ യുവതി പ്രധാനമായും പറയുന്നത്. 2014 സംഭവം നടക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ യുവതിയുടെ പ്രായം 14. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത ആ ഒരു സമയത്ത് തന്നെ സിനിമയിൽ അവസരം നൽകാം, സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകിയാണ് ഈ യുവതിയും യുവതിയുടെ അമ്മയെയും തമിഴ്നാട് ചെന്നൈയിലേക്ക് ഈ നടി കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ യുവതി ആ മുറിയിലേക്ക് കടക്കുമ്പോൾ അവിടെ ചില ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ യുവതിയുടെ ദേഹത്തെ സ്പർശിക്കുകയും മുടിയിൽ സ്പർശിക്കുകയും അങ്ങനെ ഒരു ദുരനുഭവം അവിടെ ഉണ്ടായി. അവിടെ നിന്നും അലറി ഓടിയാണ് ആ കുട്ടി യുവതി രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ആ യുവതിക്ക് എന്നാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. തനിക്ക് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ളതുകൊണ്ട് തനിക്കൊന്നും ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഈ നടി നിരവധി കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്, അവരൊക്കെ തന്നെ ഇത്തരം അവസരങ്ങൾ നൽകാറുണ്ട്. അങ്ങനെയെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നിരവധി കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ വളരെ സന്തോഷവാനായാണ് ജീവിക്കുന്നത്. നിരവധി അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞവരെ യുവതിയെ വീണ്ടും വിളിച്ചു കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ ഇതിലൊന്നും വഴങ്ങാത്തത് മൂലം ഈ യുവതിയെ തിരികെ വീട്ടിലേക്ക് ആക്കുകയായിരുന്നു ചെയ്തത്. ആ ഒരു സമയത്ത് ഇതിലൊന്നും തന്നെ പ്രതികരിക്കാനോ ഇങ്ങനെ ഒരു പരാതി നൽകാനോ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ആലുവയിൽ താമസിക്കുന്ന ഈ നടി 4 പ്രമുഖ നടന്മാർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, മറ്റ് 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഇവർക്കെതിരെയൊക്കെ തന്നെ പീഡനാരോപണം ഉന്നയിക്കുകയും പിന്നീട് അത് പരാതിയായി നൽകുകയും മൊഴിയെടുക്കുകയും കേസെടുക്കുകയും ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. അങ്ങനെ വലിയ തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഈ നടി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നടിക്കെതിരെ തന്നെ ഒരു യുവതി, അതും ഈ നടിയുടെ അടുത്ത ബന്ധുവാണ്, ഈ യുവതിയുടെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് ഈ നടി. ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യുവതി തമിഴ്നാട് കേരള DGPമാർക്ക് പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പോലീസ് ഈ പരാതി മൂവാറ്റുപുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം എത്രയും വേഗം തന്നെ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഗുരുതര ആരോപണം ഈ യുവതി ഉന്നയിക്കുമ്പോൾ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഈ നടി പറയുന്നത്. ഇങ്ങനെ ഈ ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ്. ഇത് വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. തനിക്ക് ഈ അമ്മയും കുട്ടിയെയും നല്ലതുപോലെ അറിയാം. ഇവർ ഈ പറയുന്നത് ഒക്കെ തന്നെ കള്ളമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെന്നൈയിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഇവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായ കാര്യങ്ങൾ അത് അടിസ്ഥാനരഹിതമെന്നാണ് ഈ നടി പറയുന്നത്.